എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരത്തി വഴിയായിട്ട് ഒരു കൃപാസന പത്രം കിട്ടി. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നതും. ഇത് എൻ്റെ ഹസ്ബൻഡ് ജോജി തൊമ്മി. അങ്ങനെ ഞാൻ പത്രം കിട്ടി 2 വർഷത്തിന് ശേഷമാണ് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചത്. 2025 ജനുവരി 15-ാം തീയതി എൻ്റെ ഭർത്താവിന് ഹാർട്ട് സംബന്ധമായ അസുഖം വരികയും ജോലി സ്ഥലത്തുനിന്ന് 2 പേര് കൂട്ടി കൊണ്ടുവരികയും വീട്ടിൽ കൊണ്ടുവരികയും ചേട്ടന് അസുഖമായിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. തീരെ വയ്യ ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ റൂമിൽ തന്നെ കിടക്കുകയായിരുന്നു. അങ്ങനെ ആൾ എന്നോട് പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. അതിന് മുമ്പ് തന്നെ അറിയാതെ തന്നെ വയറ്റിൽ നിന്നും യൂറിനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയി കഴുകാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊക്കെ ആളിങ്ങനെ വീണ് പോവുകയായിരുന്നു. പിന്നെ ഒരുവിധം ഞാൻ കഴുകി പുറത്തിറക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നേരത്ത് ഉടമ്പടി തൈലം വായിൽ ഒഴിച്ചു കൊടുത്ത് അമ്മേ എനിക്ക് തിരിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോവുകയായിരുന്നു. കൊണ്ടുപോകുന്ന വഴിക്കൊന്നും ആൾക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നോട് ചോദിക്കുക എത്തണില്ലല്ലോ എനിക്ക് പറ്റണില്ല എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ചേട്ടാ ഇപ്പം എത്തും എന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റ് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജ് എത്തിയേട്ടാ ഇനി നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ECGയും BP-യും പൾസും ഒക്കെ നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല. ഞാനും എൻ്റെ ഇളയ മോളും ആ കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ECG ഒക്കെ വലിച്ചൂരി കളഞ്ഞ് BP പാറ്റസ് ഒക്കെ മാറ്റി. പൾസില്ല, BP ഇല്ല, ECG ഇല്ല, ഒന്നുമില്ലായിരുന്നു. വായിൽ നിന്ന് നൊരയും പതയൊക്കെ വന്ന് ഡോക്ടർ പറഞ്ഞു ചേട്ടൻ മരിച്ചുട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് മരവിപ്പായിരുന്നു. അവിടെ നിന്ന് ഞാൻ കരഞ്ഞു. ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ ഞാൻ തിരിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് അമ്മ തിരിച്ചെടുക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആളെ കോട്ടൻ മുക്കി തുടച്ച് കാലിൻ്റെ വിരലുകൾ കൂട്ടിക്കെട്ടുന്ന സമയത്ത് ഒരു ഞെട്ടൽ പോലെ വന്ന് കിട്ടിയ ജീവനാണ് എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം. ഓപ്പറേഷൻ 9 ലക്ഷം രൂപ ചിലവ് വരുന്നൊരു ഓപ്പറേഷനാണ് അവർ പറഞ്ഞു. കയ്യിൽ സാമ്പത്തികമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഓപ്പറേഷൻ നടക്കും 4.5 ലക്ഷം രൂപയ്ക്ക്. അതും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ സഹായം ചോദിച്ചവരൊക്കെ എനിക്ക് ചോദിച്ചതിൻ്റെ 4 ഇരട്ടി തന്ന് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ ഈശോയും അമ്മയും കൂടി തിരിച്ചു തന്ന സാക്ഷ്യമാണിത്. എനിക്കൊരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഈ മരുന്ന് നിർത്തുമ്പോൾ ആളുടെ ഓപ്പറേഷൻ സക്സസ് ആവില്ല, ബോഡി പാക്ക് ചെയ്യാനാണ് അവർ പറയുന്നത്. അവിടെ നിന്നും അമ്മയും മാതാവും എനിക്ക് തന്ന ഇത്രയും വലിയ അനുഗ്രഹത്തിന് എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ കോടാനുകൂടി നന്ദി പറയുകയാണ്.